പാലമ്പ്ര സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ശൈശവത്തിൽ നടക്കേണ്ട വഴി പഠിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സ്നേഹത്തിന്റെ, കരുതലിന്റെ, വളർച്ചയുടെ പിന്തുണയുമായി ശിശുക്കളോടൊപ്പം സഞ്ചരിക്കുന്ന മഹത്തായ കുടുംബ പാരമ്പര്യം ഭാരതത്തിനുണ്ട്. കുട്ടികളുടെ പരിശീലനത്തിൽ കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കി അവർ നടക്കേണ്ട വഴികൾ പഠിപ്പിക്കുന്ന മനോഹരമായ ശുശ്രൂഷാ വേദിയാണ് നഴ്സറി സ്കൂൾ. അറിവിന്റെ ആദ്യ അക്ഷരം തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് 52 വർഷത്തിന്റെ പൈതൃകവുമായി പാലമ്പ്രയിൽ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ CMC സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പുരോഗതിക്ക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കി മലയാള നാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച പുണ്യചരിതനായ വിശുദ്ധ ചാവറപിതാവിനെ അനുസ്മരിച്ചും ഈ സ്ഥാപനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെ അനുഗ്രഹ ആശംസകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചും ഈ വിദ്യാക്ഷേത്രത്തെ എന്നും പ്രകാശധാരയിലേക്ക് നയിക്കുന്ന സർവശക്തന്റെ പാവനപാദങ്ങൾ നമിച്ചുകൊണ്ടും സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് ഏറെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. പഠന പ്രവർത്തനങ്ങൾ. പ്രവേശനോത്സവം. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട എന്ന് പറഞ്ഞ ഈശോയുടെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്തെ കുരുന്നുകൾക്ക് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അവരുടെ സർവ്വതോന്മുഖമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സെന്റ് ജോസഫ് നഴ്സറി സ്കൂൾ ഈ വർഷത്തെ പ്രവർത്തനം 2024 ജൂൺ 5 പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. UKG, LKG പ്ലേ ക്ലാസ്സുകളിലായി കടന്നു വന്ന 50 കുഞ്ഞുങ്ങളെ മധുരവും അവരുടെ ഫോട്ടോ പതിച്ച നെയിം സ്ലിപ്പുകളും നൽകിക്കൊണ്ട് സ്കൂൾ മാനേജർ സിസ്റ്റർ ആനിയും പാറത്തോട് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിന്ധു മോഹനും ടീച്ചേഴ്സും ചേർന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുന്ന ഉരകല്ലാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ സൽസ്വഭാവികളും സ്വതന്ത്ര ചിന്തകരും രാജ്യസ്നേഹികളുമായ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സേവനത്തിന്റെ മാതൃകകളായി നിന്ന് ഇവിടെ എത്തുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും കരുതലിന്റെയും സ്നേഹത്തിന്റെയും തണൽ നൽകാൻ ശ്രദ്ധാലുക്കളായ അധ്യാപകരാണ് ഈ സ്ഥാപനത്തിന്റെ കരുത്തും ബലവും. രാവിലെ 9:45 സ്കൂൾ അസംബ്ലിയോടുകൂടി ക്ലാസുകൾ ആരംഭിക്കുന്നു. അസംബ്ലിക്ക് കുട്ടികൾ തന്നെ നേതൃത്വം നൽകുന്നത് വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. ജാതിമത ഭേദമന്യേ കുട്ടികളിൽ പ്രാർത്ഥനാശീലം വളർത്തുന്നതിനുള്ള പരിശീലനവും നൽകുന്നു. കുട്ടികളിൽ നല്ല ശീലങ്ങളും ജീവിത മൂല്യങ്ങളും രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ചെറിയ ചെറിയ സാരോപദേശങ്ങൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് നൽകുന്നു. ചെറിയ എക്സർസൈസുകളിലൂടെ കുട്ടികളെ ഉന്മേഷവാന്മാരാക്കുന്നു. മാതാപിതാക്കൾ സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുത്തുവിടുന്ന ഉച്ചഭക്ഷണം കുട്ടികൾ പാഴാക്കുന്നില്ല എന്നത് അഭിനന്ദനാർഹമാണ്. അസംബ്ലിയെ തുടർന്ന് ആരംഭിക്കുന്ന ക്ലാസുകൾ, കളികൾ, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കുട്ടികൾ സന്തോഷകരമായി ഓരോ ദിവസവും ചെലവഴിക്കുന്നു. 2:45 കുട്ടികൾ ആലപിക്കുന്ന ദേശീയ ഗാനത്തോടെ ക്ലാസുകൾ സമാപിക്കുന്നു. അധ്യാപക രക്ഷാകർതൃ സംഘടന. വളരെ ശക്തവും കാര്യക്ഷമവുമായ ഒരു PTA നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. PTA ആദ്യ സമ്മേളനം ജൂൺ 12 നടന്നു. PTA പ്രസിഡന്റായി ശ്രീ ജോമോൻ ജോൺസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി ശ്രീ ടിജോ ജോസും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ശ്രീ സുബിൻ, ശ്രീ ജ്യോതി കൃഷ്ണൻ, ശ്രീമതി അൽഫിയ, ശ്രീമതി സുവർണ, ശ്രീമതി ഷഹന എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്കൂളിനെ സ്വന്തമായി കാണുകയും ഏതൊരാവശ്യത്തിനും സഹായ സഹകരണവുമായി ഓടിയെത്തുന്ന PTA പ്രസിഡന്റിനെയും കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഓരോ ആഘോഷ പരിപാടികൾക്ക് മുമ്പ് PTA എക്സിക്യൂട്ടീവ് കൂടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഓരോ ടേമിലും കൃത്യമായി PTA മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും ചെയ്യുന്നു. ഓണത്തോടനുബന്ധിച്ച് മാതാപിതാക്കൾക്കായി നടത്തിയ സെമിനാറിൽ കാഞ്ഞിരപ്പള്ളി മരിയൻ കൗൺസിലിംഗ് സെന്ററിലെ ശ്രീമതി പേളി മേരി മാത്യു പോസിറ്റീവ് പേരന്റിംഗ് എന്നതിനെക്കുറിച്ച് നടത്തിയ ക്ലാസ് ഏറെ ശ്രദ്ധ നേടി. പാഠ്യേതര പ്രവർത്തനങ്ങൾ.
കുഞ്ഞുങ്ങളുടെ സമഗ്രമായ വികാസം പഠന വിഷയങ്ങളിലൂടെ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലൂടെയും ആണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ കലാപരമായ കഴിവുകൾ വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ശ്രീമതി അമ്പിളി ടീച്ചറിന്റെ നേതൃത്വത്തിൽ ജൂലൈ മാസം മുതൽ 34 കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും ഡാൻസ് ക്ലാസ് നടക്കുന്നു. ഏറെ ക്ഷമയോടെ ത്യാഗം സഹിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അമ്പിളി ടീച്ചറിന് നന്ദി. മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് നൽകാൻ തേനും മധുരപലഹാരങ്ങളും അവിടുന്ന് ലഭിക്കുകയും കൃത്യമായ ഇടവേളകളിൽ അത് കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രകൃതിയെയും മണ്ണിനെയും അറിയുന്നതിനും വിഷരഹിത പച്ചക്കറികളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായി കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു പച്ചക്കറി തോട്ടം പിടിപ്പിച്ച് അതിനെ പരിപാലിച്ചു പോരുന്നു. ആഘോഷങ്ങൾ. ചോക്ലേറ്റ് ഡേ. മധുരം ഇഷ്ടമില്ലാത്തതായി ആരുമില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷത്തിൽ ചോക്ലേറ്റിന് വലിയൊരു പങ്കുണ്ട്. അതിനാൽ നാഷണൽ ചോക്ലേറ്റ് ഡേ ആയ ജൂലൈ 7-നോടനുബന്ധിച്ച് നമ്മുടെ നഴ്സറി സ്കൂളിലും ചോക്ലേറ്റ് ഡേ ദിനാചരണം നടത്തി. കുട്ടികൾ കൂട്ടുകാരുമായി മധുരം പങ്കിട്ട് അവരുടെ സന്തോഷം പ്രകടമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷം. കുട്ടികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി നമ്മുടെ രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. കുട്ടികൾ ത്രിവർണ പതാകയുടെ നിറമുള്ള ഡ്രസ്സുകൾ അണിഞ്ഞു വരികയും സ്വാതന്ത്ര്യദിന റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഗാന്ധിജി, നെഹ്റു, ഭാരതമാത എന്നിങ്ങനെ വേഷധാരികളായ കുട്ടികൾ റാലിയെ കൂടുതൽ മോടി പിടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിൻസിയ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. ഫ്രൂട്ട്സ് ഡേ. പഴങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനം. ആരോഗ്യകരമായ ജീവിതത്തിന് പഴങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അന്നേ ദിനം കുട്ടികൾ വീടുകളിൽ നിന്നും വിവിധ ഇനം പഴങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുവന്ന പഴങ്ങളെക്കുറിച്ച് അവർ തന്നെ വിവരണം നൽകുകയും ചെയ്തു. കുട്ടികൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി എല്ലാവരും കൂടി സന്തോഷത്തോടെ ആസ്വദിച്ചു. ജന്മദിനാഘോഷം. കുടുംബമാകുന്ന സ്വപ്ന ലോകത്തു നിന്നും നഴ്സറി സ്കൂളിന്റെ നടുമുറ്റത്ത് എത്തിയ കുരുന്നുകൾക്ക് അവരുടെ ജന്മദിനം കൂട്ടുകാരോടൊത്ത് ആഘോഷിക്കാൻ നഴ്സറി സ്കൂൾ അവസരമൊരുക്കുന്നു. അന്നേ ദിനം പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞെത്തി കൂട്ടുകാരുടെ ആശംസകൾ ഏറ്റുവാങ്ങി മധുരം പങ്കുവച്ച് കുഞ്ഞുങ്ങൾ സന്തോഷഭരിതരാകുന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ ആനിയുടെയും സിസ്റ്റർ ലിൻസിയായുടെയും നാമഹേതുക തിരുനാളുകൾ ആശംസകൾ അർപ്പിച്ചും കേക്ക് മുറിച്ചും കുട്ടികൾ ആഘോഷിച്ചു. അധ്യാപക ദിനാഘോഷം. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം വിവേകത്തിന്റെയും അറിവിന്റെയും ജീവിതത്തിന്റെയും മൂല്യസമ്പത്തായ പാഠങ്ങൾ പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകരെയും ആദരിക്കുന്ന ദിനമാണല്ലോ സെപ്റ്റംബർ 5. വീടിന്റെ സുരക്ഷിതത്വം വിട്ട് അമ്മയുടെ മടിത്തട്ടിൽ നിന്നും അകലുന്ന വേദനയുമായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹസാന്ത്വനമായി നിലകൊള്ളുന്ന ടീച്ചേഴ്സിനെ ആദരിക്കുന്നതിനായി മാതാപിതാക്കളോടൊപ്പം എത്തിയും ആശംസാ കാർഡുകൾ തയ്യാറാക്കിയും സമ്മാനങ്ങൾ നൽകിയും കുഞ്ഞുമക്കൾ തങ്ങളുടെ ടീച്ചേഴ്സിനോടുള്ള ആദരവും സ്നേഹവും ആശംസയും അറിയിച്ചു. ഓണാഘോഷം. ഓണം മറ്റൊരു ആഘോഷമായും താരതമ്യം ചെയ്യാനാവുകയില്ല. കാരണം അത് മതത്തിനും ജാതിക്കും അതീതമായി നാടിന്റെ ഉത്സവമാണ്. സെന്റ് ജോസഫ് നഴ്സറി സ്കൂളിലും ഓണാഘോഷം അതിവിപുലമായി തന്നെ നടത്തപ്പെടുകയുണ്ടായി. കുട്ടികൾ ആഹ്ലാദത്തോടെ മാവേലി തമ്പുരാനെ വരവേറ്റു. അധ്യാപകരും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് മനോഹരമായ അത്തപ്പൂക്കളമൊരുക്കി. കുട്ടികൾക്കും അധ്യാപകർക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും വിവിധ മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. PTA എക്സിക്യൂട്ടീവും ടീച്ചേഴ്സും ചേർന്ന് കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി നൽകി. സ്കൂൾ മാനേജർ സിസ്റ്റർ ആനിയും അസംഷൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ഷിനോജ് സാറും കുട്ടികളോടൊപ്പം ഓണസദ്യയിൽ പങ്കുചേർന്നു. ശിശുദിനാഘോഷം. കുട്ടിക്കാലത്തെ നിഷ്കളങ്കതയും സന്തോഷവും ആഘോഷിക്കാനുള്ള ദിവസമാണ് ശിശുദിനം. നമ്മുടെ സമൂഹത്തിൽ കുട്ടികളുടെ പ്രാധാന്യം തിരിച്ചറിയാനും അവരുടെ ക്ഷേമത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുവാനുള്ള സമയമാണിത്. സെന്റ് ജോസഫ് നഴ്സറി സ്കൂളിന്റെ വർണ്ണശബളമായ ശിശുദിന ആഘോഷം കുട്ടികളുടെ PT ഡിസ്പ്ലേയോടുകൂടി ആരംഭിച്ചു.
നാം ഒന്ന് എന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ മതവേഷധാരികൾ നെഹ്റുവിനോടും ഭാരതമാതായോടുമൊപ്പം ജയ്വിളികളുമായി നടത്തിയ റാലി ഏവരെയും ആകർഷിച്ചു. റാലിക്ക് ശേഷം കുട്ടികളുടെ ഫാൻസി ഡ്രസ് മത്സരം നടത്തപ്പെട്ടു. ഇതിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മേരി ക്യൂൻസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ സിറിൽ തളിയൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളോടൊപ്പം ആടിയും പാടിയും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുകയും മാതാപിതാക്കൾക്ക് നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്തു. സിറിൽ അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. യോഗത്തിൽ വാർഡ് മെമ്പർ ശ്രീ KA സിയാദും സ്കൂൾ മാനേജർ സിസ്റ്റർ ആനിയും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാകായിക മത്സരങ്ങളുടെ സമ്മാനദാനവും നടത്തി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ക്രിസ്തുമസ് ആഘോഷം കരോൾ ഗാനങ്ങളുടെ ഈരടികളും നക്ഷത്രവിളക്കുകളുടെ പൊൻപ്രഭയും സാന്താക്ലോസിന്റെ സമ്മാന പൊതിക്കുള്ളിലെ കൗതുകവും കണ്ടും കേട്ടും രുചിച്ചുമറിയാൻ സെന്റ് ജോസഫിന്റെ കുരുന്നുകൾക്കും അവസരമൊരുക്കി. ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് നക്ഷത്രങ്ങൾ തൂക്കി ഉണ്ണിയെ വരവേൽക്കാൻ മനോഹരമായ പുൽക്കൂടൊരുക്കി. സമ്മാന പൊതികൾ പരസ്പരം കൈമാറി സാന്താക്ലോസിനോടൊപ്പം കരോൾ ഗാനത്തിന് ചുവടുകൾ വച്ചു. കേക്ക് മുറിച്ചും ക്രിസ്മസ് സന്തോഷം പങ്കുവച്ചു. കുട്ടികളോടൊപ്പം സ്കൂൾ മാനേജർ സിസ്റ്റർ ആനിയും അസിസ്റ്റന്റ് മദർ സിസ്റ്റർ ജാൻസി മരിയായും ആഘോഷത്തിൽ പങ്കുചേരുകയും സന്ദേശം നൽകുകയും ചെയ്തു. സ്കൂൾ മാഗസിൻ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ട് സെന്റ് ജോസഫിന്റെ കുരുന്നുകൾ തങ്ങളുടെ ഹൃദയത്തുടുപ്പുകൾ സ്പന്ദനം എന്ന ശീർഷകത്തിൽ ചേർത്ത് വയ്ക്കുന്നു. കുട്ടികളുടെ കലാവാസന മനസ്സിൽ മാത്രമായി ഒതുങ്ങാതെ വാക്കുകളിലൂടെയും ചിത്രരചനകളിലൂടെയും പുറത്തെടുക്കാൻ ഇത് സഹായിക്കുന്നു. ലളിതവും മനോഹരവുമായ കുഞ്ഞു വരകൾ കോർത്തിണക്കി ചിത്രങ്ങൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും സമ്പൂർണമാണ് സ്പന്ദനം എന്ന ഞങ്ങളുടെ കൊച്ചു മാഗസിൻ. ഇതിന്റെ പ്രകാശനം ഇന്ന് ഈ വേദിയിൽ നടത്തപ്പെടുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ല കരങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. വിവിധ മത്സരങ്ങൾ ദീപിക ചിൽഡ്രൻസ് ലീഗ് നടത്തിയ കളർ ഇന്ത്യ പെയിന്റിംഗ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. സ്കൂൾ തലത്തിൽ ടെസ ജോ തോമസിന് ട്രോഫിയും എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും ലഭിച്ചു. DCL IQ സ്കോളർഷിപ്പിന് 32 കുട്ടികൾ പങ്കെടുത്തു. 25 കുട്ടികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റുകളും ലഭിച്ചു. 7 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും ലഭിച്ചു. UKG ക്ലാസ്സിലെ കുട്ടികൾക്കായി സ്പെല്ലിംഗ് കോമ്പറ്റീഷൻ നടത്തി. പാലമ്പറ, കൂവപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുമായി 27 കുട്ടികൾ പങ്കെടുത്തു. വിജയികൾക്ക് ശ്രീമതി സിന്ധു മോഹനൻ സമ്മാനദാനവും നടത്തി. CMC അമല പ്രോവിൻസ് ചാവറ എവുപ്രാസ്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ആക്ഷൻ സോങ് മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്തു. മത്സര പരീക്ഷകളുടെയും മത്സരങ്ങളുടെയും വിജയികൾക്കുള്ള സമ്മാനദാനം പാലമ്പറ ഗെത്സെമൻ ചർച്ച് വികാരി റവറൻഡ് ഡോക്ടർ ജിയോ കണ്ണംകുളമച്ചൻ നിർവഹിച്ചു. വിനോദയാത്രകൾ രസകരവും വിജ്ഞാനപ്രദവുമാണ്. കുട്ടികൾ എപ്പോഴും വിനോദയാത്രകൾക്കായി ആവേശഭരിതരാണ്. ക്ലാസ് മുറികൾക്കുള്ളിൽ ഒതുങ്ങുന്ന വിദ്യാഭ്യാസം മാത്രമാകാതെ കുട്ടികളിലെ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്കും ഉല്ലാസത്തിനുമായി കുമളി റോസ് പാർക്കിലേക്ക് നടത്തിയ വിനോദയാത്ര കുട്ടികൾ ആവേശത്തോടെ ആസ്വദിച്ചു. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും പങ്കുചേർന്നത് ഏറെ സന്തോഷപ്രദമായിരുന്നു. നന്ദിയുടെ ഒരു വാക്ക്. കുഞ്ഞു സന്തോഷങ്ങൾക്ക് നിമിത്തമാവുക എന്നത് വലിയ കാര്യമാണ്. ആ വലിയ കാര്യങ്ങൾ തീർക്കുന്ന കുഞ്ഞു പുഞ്ചിരികൾക്ക് സൗന്ദര്യം കൂടുതലായിരിക്കും. ഈ മനോഹര ആഘോഷത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച പ്രിയ സിസ്റ്റർ ടെസ് മരിയ, നന്ദി എന്ന 2 വാക്കുകൾ മാത്രം മതിയാകുകയില്ല. തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിന് ഹൃദയംഗമമായ നന്ദി. ഞങ്ങളുടെ ഈ കുഞ്ഞു സന്തോഷത്തിൽ പങ്കുചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞങ്ങളുടെ കുഞ്ഞു പുഞ്ചിരികൾക്ക് സാന്നിധ്യം കൊണ്ട് സൗന്ദര്യം പകർന്ന പ്രിയ ജിയോ അച്ഛ, ഈ സ്ഥാപനത്തോടുള്ള അച്ഛന്റെ കരുതലിനും അചഞ്ചലമായ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായി നന്ദി പറയുന്നു. ഒപ്പം പ്രൊഫഷണലമ്മയെയും കൗൺസിലേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ നിരന്തരമായ മേൽനോട്ടം സ്കൂളിനെ പുതിയ വിജയ ചക്രവാളങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും.
ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും, നല്ലവരായ നാട്ടുകാർക്കും, എല്ലാ മാതാപിതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. തങ്ങളുടെ ഊഴവും കാത്ത് അണിയറയിൽ ഒരുങ്ങി നിൽക്കുന്ന സെന്റ് ജോസഫിന്റെ വാനമ്പാടികളെ, നിങ്ങളാണ് ഈ ആഘോഷത്തിന്റെ മേളവും താളവും. നിങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങളാണ് കലാവിരുന്നിലൂടെ ഇവിടെ പ്രകടമാകുന്നത്. നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളും മാതാപിതാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരവും ഈ നാടിന്റെ അഭിമാനവുമായി തീരുന്നതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് നല്ല ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഈ വിദ്യാക്ഷേത്രത്തിലൂടെ ഇന്നോളം കടന്നുപോയ എല്ലാ കുഞ്ഞുങ്ങളെയും സ്മരിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. സ്നേഹാദരവുകളോടെ സിസ്റ്റർ ലിൻസിയ ജോസ് CMC പ്രിൻസിപ്പൽ.